അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നല്ല അവിയലും സാമ്പാറും തോരനും അച്ചാറും ഒക്കെ കൂട്ടി നല്ല അടിപൊളി വീട്ടിലൂണ് കിട്ടുന്ന സ്ഥലത്താണ്. സ്ഥലം നമ്മുടെ ആലുവയിൽ എടത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഷെറീന എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് ഈ വീട്ടിലൂണ് നടത്തുന്നത്. അപ്പോൾ ഇന്ന് ഷെറീന ചേച്ചി നമുക്ക് വേണ്ടി നല്ല സൂപ്പർ അവിയൽ ഉണ്ടാക്കി തരും. അപ്പോൾ നമുക്ക് അവിയൽ ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. അപ്പോൾ ഷെറീന ചേച്ചി നമുക്ക് വേണ്ടി ഇന്ന് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള, അതായത് ബിസ്മി ഫുഡ്സിൻ്റെ സ്പെഷ്യലായിട്ടുള്ള അവിയൽ. ഓക്കെ ഓക്കെ. ഇത്തിരി വെളിച്ചെണ്ണ കുറച്ചിട്ടാ. നമ്മൾ പച്ചക്കറികളൊക്കെ ഓൾറെഡി വേണ്ടതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് ഇടാൻ പോകണം. നേരെ ഇത് തന്നെയാണോ ഇടുന്നത്? നേരെ ഇതാണ് ഞാൻ കടുകല്ലേ. ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഉച്ചയൂണ് മാത്രമാണോ കൊടുക്കുന്നത്? പിന്നെ രാവിലെ ചായ ഇതുണ്ട്, പിന്നെ ഉച്ചയ്ക്ക് ഊണുണ്ട്. പിന്നെ ഇല്ല. എത്ര നാളായി ഇവിടെ തുടങ്ങി? 6 കൊല്ലായി. 6 കൊല്ലായി. അതായത് ചേച്ചിയുടെ സ്പെഷ്യൽ അവിയലിൽ ചേച്ചി ചേർക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞേരെ. പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, തേങ്ങ, പിന്നെ പച്ചക്കറി ഇട്ട് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ സാധനം ചെയ്യുള്ളൂ. അപ്പോൾ പച്ചക്കറി അതിനകത്ത് ഇഷ്ടംപോലെ പച്ചക്കറി ഉണ്ട് എന്നൊക്കെ പറയണേ. കുറേ പച്ചക്കറികളുണ്ട്, ഒരുപാട് കറികൾ, ഒരുപാട് ക്യാരറ്റ്, പയറ്, ബീൻസ് ഐറ്റംസ് ഒരുപാട്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന പച്ചക്കറികൾ ആദ്യം നമ്മൾ ഇട്ടട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി, ഇതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി ചേർക്കും. മഞ്ഞപ്പൊടി, ഉപ്പ്, മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് നമ്മൾ ഉപ്പിടും അല്ലേ? ഉപ്പിട്ടു അല്ലേ ചേച്ചി? നമ്മളിങ്ങനെ കഷ്ണങ്ങളെല്ലാം വലുതായിട്ട് അരിഞ്ഞിടുന്നത് അല്ലേ? ഇങ്ങനെയാണ് ഇടുള്ളൂ. ഇനി അതിൻ്റെ ഇതൊന്ന് അടിച്ചു മൂടി വെച്ചിട്ട് ഇനി തേങ്ങ ഇടും. പച്ചമുളകൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനി പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, തേങ്ങ ഇത്രയും ചേർത്ത് ഒതുക്കി എടുത്തിട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് കുറച്ച് തൈരും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ റെഡിയായി അവിയൽ റെഡിയായി. നല്ല എണ്ണയ്ക്കകത്ത് കിടന്നങ്ങ് റെഡിയായി വരട്ടെ അതല്ലേ? അത് അതിൻ്റെ അകത്ത് കിടന്ന് ശരിയായി പാടി വരുമ്പോഴത്തേക്കും ഞാൻ തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് ഇതൊന്ന് റെഡിയായി വരുമ്പോഴത്തേനും നമുക്ക് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് ഒതുക്കി ഇത് മൂടി വെക്കണ്ടേ? ഇത് മൂടി വെക്കാം. ഒരു തുള്ളി വെള്ളം ഒഴിക്കണം. ഇത് അടിക്കാൻ കിട്ടണമല്ലോ, അടിക്ക് പിടിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് വെള്ളം. അപ്പൊ എന്നിട്ട് ഇതിന് അടിച്ചു മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ തേങ്ങ ഒതുക്കി ഇതിൽ കൊണ്ടുവന്നിടും. നമുക്ക് അടച്ചു വെക്കാം അല്ലേ? അടിച്ച് ഓക്കെ. അപ്പൊ ഇത് നമുക്ക് ഒന്ന് ഇളക്കി കണ്ട പാവിയില് കണ്ട തേങ്ങ ഒതുക്കി കൊണ്ട് വരുമ്പോഴത്തേക്ക് കഷ്ണങ്ങൾ റെഡിയാവും. തേങ്ങ കുറച്ചും കൂടി വേണം. തേങ്ങ ഇട്ടിട്ടില്ല, കുറച്ചായിട്ടു. തേങ്ങ ഇട്ട് ഇനി മൂടണ്ട. നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. ആവിയുണ്ട്. റെഡിയായി വരുമ്പോഴാണോ ചേച്ചി ഒന്നങ്ങോട്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ഇത്തിരി തൈര് എടുത്ത് ഒത്തിരി മതി. ഒരു പുളിക്ക് വേണ്ടി ഒരു ടേസ്റ്റ് വരും. തൈര് ഒഴിച്ച് ഇളക്കി ഇനി ഇത് തീ ഓഫ് ചെയ്യാനിട്ടാ ഇനി അല്ലെങ്കിൽ അടിപ്പിടിക്കും. എന്നിട്ട് ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും. ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ച് അത്ര മതി. അപ്പോൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളൊരു ടേസ്റ്റ് ചെയ്യണ്ടേ? അതെ, ടേസ്റ്റ് നോക്കണം.
അപ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചി ഇത് പാത്രത്തിൽ ഇങ്ങനെ എടുത്ത് വെച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് അവിയൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? കുറേ കഷ്ണങ്ങളുള്ളതുകൊണ്ട് ഇതിൽ ഏത് കഷ്ണം എടുത്ത് തിന്നണ്ടേന്നൊരു സംശയം. ഉരുളം കിഴങ്ങെടുക്കുക, അതാണ് ഉപ്പൊക്കെ ഉണ്ടോ? കൊള്ളാട്ടോ, ടേസ്റ്റായി വന്നോളൂ. എന്നെ വെച്ചതിൻ്റെ ആണ് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നത്. ലാസ്റ്റത്തെ ആ പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് അത് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അവിയലാണ്. പെട്ടെന്ന് വന്നു എടുത്തു അല്ലേ, തീർന്നു, പെട്ടെന്ന് റെഡിയായി. നല്ല അടിപൊളി അവിയലാണ്. നമ്മള് സാധാരണ ഇപ്പൊ കൊറേ ഇറച്ചി മീൻ അങ്ങനെയൊക്കെ കൂട്ടി വരും അല്ലേ, ഒരു പച്ചക്കറി. ഇതൊരിച്ചിരി ഇത് വേറൊരു മേക്ക് വരട്ടി ബീൻസ് ആണ് കേട്ടാ, ബീൻസ് വെച്ചത്. ബീൻസ് അതും ടേസ്റ്റ് ചെയ്തത് അത് ഇതിന്റെ അകത്ത് ടേസ്റ്റ് ചെയ്തത് അത് വേറെ. അതെ, വേറെ ഒരു ചെറിയ ടേസ്റ്റിന് ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. നല്ല നമ്മൾ രണ്ടുപേരോട് നിൽക്കുന്നുണ്ട്. ടേസ്റ്റാന്ന് ഓർത്തോളൂ. ചോദിച്ചോ നീ കുഴപ്പം ചെയ്ത് ആരും ഞങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കണേന്ന് ആരാന്ന് നോക്കണ്ടല്ലേ? കൊള്ളാം, വയറുകാരം കൊള്ളാം. ഇനി ചമ്മന്തി ഉണ്ട്, ഇനി ഐറ്റംസ് വേറെ ഉണ്ട്. ഐറ്റംസ് വേറെ ഉണ്ട്. ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ പപ്പടം, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാം റെഡിയായി വരുന്നതേ കേട്ടോ. അതുകൊണ്ടാണ് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി അവിയലായിരുന്നു, എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ സ്ഥലം മറക്കണ്ട, ആലുവ കിഴക്കമ്പലം റോഡിൽ എടത്തല പഞ്ചായത്തിനടുത്ത് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ബിസ്മി ഫുഡ്സ്. ഇനി ഇതിലേ പോകുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ കയറി ഈ വീട്ടിലൂടെ ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും ഇതൊരു വീട്ടിലൂടെ തന്നെയാണ് കേട്ടോ, സാധാരണ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ പറയുന്ന പോലല്ല, വീട്ടിലൂടെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഇവിടെ വരിക, ഫുഡ് ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.